നമുക്ക് ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണല്ലേ നേന്ത്രക്കായ. ആ നേന്ത്രക്കായ ഉപയോഗിച്ച് നമുക്ക് 3 പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം. എന്നിട്ട് ആ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി എങ്ങനെ മാർക്കറ്റിൽ സെയിൽ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ നേന്ത്രക്കായ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ബേബി ഫുഡ്. നിങ്ങൾ കണ്ണങ്കായ പൗഡർ, കുന്നങ്കായ, ഓരോ സ്ഥലത്തും ഓരോന്ന് അവിടെ പറയാം. നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ. നിങ്ങളുടെ അവിടെ ഈ നേന്ത്രക്കായനെ എന്താണ് പറയാന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടാ. അപ്പൊ ഇങ്ങനെ ഓരോ രീതിയിലായിരിക്കും ഓരോ സ്ഥലത്ത് ഓരോ ജില്ലകളിലും ഓരോ പോലെ ആയിരിക്കും പ്രൊനൗൺസ് ചെയ്യുക അല്ലെ. അപ്പൊ നേന്ത്രക്കായ വിറ്റ്, അതായത് നേന്ത്രക്കായ നമ്മൾ എങ്ങനെ വിൽക്കണ്ടേന്നുണ്ടെങ്കിൽ ഇത് ഉണക്കി പൊടിച്ച് ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസ് നിങ്ങൾ വരുത്താൻ പാടില്ല. കാരണം ബേബി ഫുഡാണ്. അപ്പൊ അത് അത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് അതിന്റെ പ്യുവർ ക്വാളിറ്റിയിൽ വേണം നമ്മൾ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കണമെങ്കിൽ. അപ്പൊ അത് അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന്റെ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാണ്ട് നല്ല രീതിയിൽ അത് പൊടിച്ച് പാക്ക് ചെയ്ത് നിങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുകയാണ്. അത് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോന് 1000 രൂപേന് മുകളിൽ വിലയുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ കയറിയിട്ട് നിങ്ങൾ ഇങ്ങനെ ബനാന പൗഡറിനൊന്ന് അടിച്ചു കൊടുത്തു നോക്കി, ബേബി ഫുഡ് ബനാന പൗഡറിനൊന്ന് അടിച്ചു കൊടുത്തു നോക്കി. അത്രയും റേറ്റ് ആണ് വരുന്നത്. 250 ഗ്രാമിന് തന്നെയുണ്ട് ഒരു 300 രൂപ അല്ലെങ്കിൽ 275 രൂപ, അത്രയും വിലയുണ്ട്. അപ്പൊ അതാണ് ഒന്നാമത്തെ ഐഡിയ നമ്മുടെ. പിന്നെ നമുക്ക് ഈ ബനാന പൗഡർ ഫിറ്റ്നസ് പൗഡർ ആയിട്ട് യൂസ് ചെയ്യാം. അതിനും നല്ലൊരു റേറ്റ് തന്നെ ഇതേപോലെ വരുന്നുണ്ട്. ഓൺലൈനിലും വരുന്നുണ്ട്. പുറത്ത് നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ഈ ഫിറ്റ്നസിനുള്ള പൗഡേഴ്സ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നത്തെ നമ്മുടെ ഐഡിയ ആണ് കോസ്മെറ്റിക്. അതായത് നമ്മൾ ഈ കോമ്പാക്ട് പൗഡർ, അതിന് വേറൊരു പേര് പറയും ബനാന പൗഡർ. അപ്പോ ഈ ബനാന പൗഡർ എങ്ങനെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ആദ്യം പറയാട്ടോ. ഈ ബനാന പൗഡർ ഉപയോഗിച്ച്, അതായത് നമ്മുടെ ഈ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ നേന്ത്രക്കായയുടെ പൗഡർ ഉപയോഗിച്ച് നമ്മളൊരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ, നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. ഞാനിത് തള്ളി മറിക്കാൻ പോണ ഒരു കാര്യമില്ല കേട്ടോ. നമുക്ക് 1,64,000 രൂപ 1 കിലോ വിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമുക്ക് ഫിറ്റ്നസ് പൗഡർ ആക്കാം, അതേപോലെ തന്നെ ഈ ബേബി ഫുഡ് ഉണ്ടാക്കാം, അതേപോലെ തന്നെ ഈ കോസ്മെറ്റിക്കിന്റെ ബനാന പൗഡർ ചെയ്യാം. ഈ കോസ്മെറ്റിക്കിന്റെ ബനാന പൗഡർ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 1 കിലോ വിൽക്കുകയാണെങ്കിൽ 1,64,000 രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പ്രൂഫ് സഹിതമാണ് കേട്ടോ എന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഈ വീഡിയോയിൽ പറയണത്. കാരണം നിങ്ങൾക്ക് പ്രൂഫ് സഹിതം ഇന്നത്തെ നാളെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ റേറ്റിനനുസരിച്ചാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയണത്. 1,64,000 രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആമസോണിൽ പോയിട്ട് കോസ്മെറ്റിക് പൗഡർ ബനാന പൗഡർ ഒന്ന് അടിച്ചു കൊടുത്തു. 5 ഗ്രാമിന് 820 രൂപ വരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. 820 രൂപ വരെ. അപ്പൊ അതേ ഡിവൈഡ് ചെയ്യണം. 1 ഗ്രാമിന് എത്ര രൂപ വരും? 164 രൂപ വരും. ഈ 5 ഗ്രാമിന് 820 രൂപ വരണമെന്നുണ്ടെങ്കിൽ അതേ ഡിവൈഡ് ചെയ്യണം 5 ചെയ്യാം. അപ്പൊ 164 രൂപ വരും. ഈ 164 × 1000 ഗ്രാം ചെയ്ത് നോക്കിയാൽ 1,64,000 രൂപയാണ് വരാം. നിങ്ങളൊന്ന് ആലോചിച്ചേ. നമ്മുടെ മുന്നിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ അതെങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നറിയാണ്ടിരിക്കുന്നവരാണ് പലരും. അപ്പൊ നിങ്ങള് ഇങ്ങനൊരു ഐഡിയ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മുന്നേ കാണാം. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു കാര്യം, എന്താണ് നമ്മുടെ ഐഡിയ, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് എന്ന് ആദ്യം നമുക്കൊരു തോട്ട് പ്രോസസ് ഉണ്ടാവും. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കണം. അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് സക്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ 1,60,000 രൂപ ഇത് 1 കിലോ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ പാക്ക് ചെയ്യാൻ നമുക്ക് നമ്മുടെ പാക്കേജിങ്ങും അതുപോലെ തന്നെ പാക്കറ്റിങ്ങും നമ്മുടെ കണ്ടെയ്നേഴ്സ് ഒക്കെ വേണ്ടി വരും. അതായത് ബനാന പൗഡർ, കോസ്മെറ്റിക്കിന്റെ ബനാന പൗഡർ ഒക്കെ ചെയ്യണമെങ്കിൽ കണ്ടെയ്നേഴ്സ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അതിന് നമുക്ക് ഇന്ത്യ മാർട്ട് പോലത്തെ ആപ്പിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നിരവധി ഹോൾസെയിൽ ഡീലേഴ്സിനെ കാണാൻ പറ്റും. അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് ഒക്കെ കിട്ടും. അപ്പൊ അവരായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ പ്രൈസ് റേഞ്ചിൽ പറ്റുന്ന എന്നാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു പാക്കേജിങ് കൊടുത്ത് നല്ല രീതിയിൽ നിങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത്.
ഇതിന് വേണ്ട ലൈസൻസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് GST, പിന്നെ ട്രേഡിംഗ് ലൈസൻസ്, പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ്, പിന്നെ കോസ്മെറ്റിക് പ്രോഡക്റ്റ് ചെയ്യണ കാരണം ഡ്രഗ് ലൈസൻസ്. ഈ 4 പേപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നേന്ത്രക്കായ എന്ന് പറഞ്ഞാൽ ഒറ്റ ഐറ്റം വെച്ചിട്ട് നമുക്ക് 3 പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഇറക്കാൻ പറ്റും. പിന്നെ ഇതിന് മാർക്കറ്റ് ചെയ്യാൻ അത്ര അങ്ങോട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമ്മുടെ ബനാന പൗഡർ ആയാലും ഫിറ്റ്നസിന്റെ പൗഡർ ആയാലും നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും മെഡിക്കൽ ഷോപ്പുകളിലും ഇത് സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ 3 പ്രോഡക്റ്റും, അതായത് ബനാന പൗഡറും ബേബി ഫുഡ് ആയാലും ഫിറ്റ്നസ് പൗഡർ ആയാലും കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആയാലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് 3 നമുക്ക് ഓൺലൈൻ ത്രൂ, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ സ്ഥലങ്ങളിലും സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ കോസ്മെറ്റിക് പ്രോഡക്റ്റ് നമുക്ക് ഈ കോസ്മെറ്റിക് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന ഷോപ്പുകളിൽ സെയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബ്യൂട്ടി പാർലർ, നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കുന്ന ബ്യൂട്ടി പാർലറിലും നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആ കാര്യത്തിൽ യാതൊരു വിധ ഡൗട്ടും വേണ്ട. പിന്നെ ഇത് ഉണ്ടാക്കുന്നതിന്റെ കറക്റ്റ് പ്രോസസ്സും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഐഡിയ അധികം ആരും ചെയ്യാത്തൊരു ഐഡിയ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇതേപോലുള്ള ആശയങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ, ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കുക.